ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റിംഗ് സ്റ്റോക്കാണ്. 270 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോങ് ടൈം നിങ്ങൾക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്ന റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. റീസെൻറ്റ് റിസൾട്ട് ഈ ഒരു കമ്പനിയുടെ വളരെ നല്ലൊരു റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റിന്യൂവബിൾ സെക്ടർ തീമിനെ ബേസ് ചെയ്തിട്ട് ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു ലാർജസ്റ്റ് ഗ്രീൻ ഫിനാൻസിങ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് മെയിനായിട്ട് ഫിനാൻസ് ചെയ്യുന്നത് ഗ്രീൻ എനർജി സെഗ്മെൻറ്റിലുള്ള പ്രൊജക്റ്റുകൾക്കാണ്, അതായത് റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾക്കാണ് ഇത് കൂടുതലായിട്ട് ഫണ്ടിങ് നടത്തുന്നത്. അതായത് മെയിനായിട്ടുള്ള സെഗ്മെൻറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സോളാർ പവർ, അതുപോലെ തന്നെ വിൻഡ് പവർ, ഹൈഡ്രോ പവർ, അതുപോലെ ബയോഗ്യാസ് പ്രൊജക്റ്റുകൾ, വേസ്റ്റ് ടു എനർജി പ്രൊജക്റ്റുകൾ, എഥനോൾ പ്രൊജക്റ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രീൻ സെഗ്മെൻറ്റിലെ പ്രൊജക്റ്റുകൾക്ക് ഫിനാൻസ് കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരു നമ്പർ 1 NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ IREDA എന്ന് പറയുന്നത്. 2023 IPO വഴി വന്നതാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഇന്ത്യ ഒട്ടാകെ പ്രസൻസ് ഉള്ള ഒരു കമ്പനി കൂടിയാണ്. അതുപോലെ കഴിഞ്ഞ ഒരു ലോൺ ബുക്ക് ഗ്രോത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 2021 കമ്പയർ ചെയ്യുമ്പോൾ 27% സ്ട്രോങ് ഗ്രോത്താണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ലോൺ ഗ്രോത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് ക്വാർട്ടറിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും 30% ഇയർ ഓൺ ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ലൊരു കമ്പനിയാണ്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൽ നല്ല ബെനിഫിറ്റ് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പവർ ഫിനാൻഷ്യലാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഇനി വരുന്ന യൂണിയൻ ബഡ്ജറ്റിലെ ഒരു ബൂസ്റ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള കമ്പനികളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് IRDA എന്ന് പറയുന്നത്. അപ്പോൾ IRDAയുടെ നോൺ പെർഫോമിംഗ് അസറ്റുകളും റീസെൻ്റ്ലി നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊരു ലോങ് ടൈം കമ്പനിയായിട്ട് തന്നെ നമുക്ക് കരുതാം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് പവർ കൺസപ്ഷൻ്റെ കേസിൽ ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. അതുപോലെ പ്രൊഡക്ഷനിലും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. രാജ്യത്തിൻ്റെ പവർ ഡിമാൻഡ് ഓരോ വർഷം ചെല്ലുന്തോറും കൂടി വരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്ത്യയുടെ ഒരു എയിമാണ് 500 GW പ്രൊഡക്ഷൻ 2030 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത്. ഏകദേശം 24 ട്രില്യൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഇത് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് IRDA ഈ ഒരു ഗ്രീൻ എനർജി സെഗ്മെൻറ്റ് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിനാണ് കൂടുതൽ അവരുടെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാർജറ്റിൽ നിന്ന് നല്ലൊരു ശതമാനം ഒരു വളർച്ച ഈ കമ്പനിക്ക് നേടിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റോക്കിൽ ഒരു കറക്ഷൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും താഴത്തേക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഹെൽത്തി ഫിനാൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ സ്റ്റോക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ കാണാം. അപ്പോൾ നിങ്ങളുടേതായ ഒരു സ്റ്റഡി കൂടെ പ്രോപ്പറായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ നടത്തിയിട്ട് നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു റീസെൻറ്റ് റിസൾട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.